ദൃശ്യം 3 കണ്ടു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. പടം ദൃശ്യം 1ഉം ദൃശ്യം 2ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള മൂവിയാണ് ഫ്രാഞ്ചൈസിലെ. ഫസ്റ്റ് ഹാഫിൽ ആബ്സല്യൂട്ട്ലി ഈ പടത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സീൻസും ഫസ്റ്റ് ഹാഫിൽ ആബ്സല്യൂട്ട്ലി ഇല്ല. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബ്ലാൻഡാണ്. നമുക്ക് തോന്നും ഇത് ക്ലൈമാക്സിലേക്കുള്ള എന്തോ ഒരു സെറ്റപ്പ് അവർ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്റർവൽ പഞ്ചും ദൃശ്യം 1ഉം ദൃശ്യം 2നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഇന്റർവൽ പഞ്ച് ദൃശ്യം 3യുടെ ആണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആദ്യത്തെ 2 മണിക്കൂർ, സിനിമയുടെ ആദ്യത്തെ 2 മണിക്കൂർ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ലാസ്റ്റ് 45 മിനിറ്റ്സിലാണ് ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്ട്സും ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റും ടേണുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ദൃശ്യം 1ഉം ദൃശ്യം 2ന്റെ അതേ ആ ഒരു ടെംപ്ലേറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കോണ്ടന്റും കൂടെ അവസാനത്തെ 40 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ അവസാനത്തെ അരമണിക്കൂറിലേക്ക് അത് കംപ്രസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ 2 മണിക്കൂറിന് നമ്മൾ സിനിമ ഇരുന്ന് കാണുമ്പോൾ നമുക്കിങ്ങനെ ഒന്നും കിട്ടാത്ത പോലെ തോന്നും. എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫില് പക്ഷെ ഈ പറഞ്ഞ പോലെ പടം ഒന്ന് കുറച്ച് കഥ ഒന്ന് ഓണായി തുടങ്ങുമ്പോൾ, കോൺഫ്ലിക്ട് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ട്വിസ്റ്റും ടേൺസും നമ്മളെ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. അവസാനത്തെ ഒരു 40 മിനിറ്റ്സ് നമ്മളെ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിന് കയ്യടി ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ ഫാൻസ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഒരു നോർമൽ ഓഡിയൻസ് ഭയങ്കര എന്താ പറയുക, മാസ് കാണാനല്ല, നമുക്ക് ഒരു നല്ല കഥ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ക്ലൈമാക്സ് ഒട്ടും സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. പക്ഷെ ഇതിന് 2 അഭിപ്രായം എന്തായാലും ഉണ്ടാവും. ചില ആൾക്കാർക്കൊന്നും നല്ല ക്ലൈമാക്സ് ആയിരുന്നു തോന്നും. എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു പടം കാണാൻ. പുള്ളിക്ക് ക്ലൈമാക്സ് വർക്ക് ആയതാണ്. എനിക്ക് ക്ലൈമാക്സ് ഒട്ടും വർക്ക് ആയിട്ടില്ല. എനിക്ക് ഒന്നാമത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടാണ് ക്ലൈമാക്സ് ഫീൽ ചെയ്തത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമല്ല നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഡിസപ്പോയിന്റഡ് ആണ് ആക്ച്വലി. പക്ഷെ ചില ആൾക്കാർക്ക് ക്ലൈമാക്സ് വർക്ക് ആയിട്ടുണ്ടാവും. അവര് ഫാൻസ് ഈ പടം ഭയങ്കര സംഭവമാണെന്ന് ഇപ്പൊ തന്നെ ഓൾറെഡി ഓൺലൈനിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആസ് എ നോർമൽ ഓഡിയൻസ്, ഒരു ഫാൻ അല്ലാത്ത ബയസ്ഡ് അല്ലാത്ത ഒരു ഓഡിയൻസ് ദൃശ്യം 1ഉം ദൃശ്യം 2ഉം വെച്ച് നോക്കുകയാണെങ്കിൽ ദൃശ്യം 3 ഡിസപ്പോയിന്റ്മെന്റ് തന്നെയായിരിക്കും. പിന്നെ ഒരു ക്ലോഷർ തരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലോഷർ ഇപ്പോഴും ക്ലോസർ ആയിട്ട് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞ ക്ലൈമാക്സ് ഭയങ്കര വീക്കായിട്ടാണ് ഫീൽ ചെയ്തത്. ട്വിസ്റ്റും ടേൺസും ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും അത് ഒട്ടും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നില്ല. അത് തന്നെയാണ് ഈ പടത്തിന്റെ പ്രശ്നം. ഒട്ടും ഹാപ്പനിങ് അല്ലാത്തൊരു ഫസ്റ്റ് ഹാഫും പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ട്വിസ്റ്റും ടേൺസും എല്ലാം ലാസ്റ്റ് 40 മിനിറ്റിലേക്ക് വെച്ചിട്ട് എനിക്ക് ആ ഫിനിഷിംഗ് ഒട്ടും വർക്കായില്ല. ചില ആൾക്കാർക്ക് വർക്ക് ആയിരുന്നുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് അവരെ ഞാൻ പറയാൻ അനുവദിക്കുന്നു. ഞാനൊരു രീതിയിലും ഈ പടം മോശമാണെന്ന് പറയുന്നില്ല. പക്ഷെ എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു പടമാണ് ദൃശ്യം 3.